ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, എനിക്ക് ഈ മയോപ്പിയ എന്ന് പറഞ്ഞാൽ അകലെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ. അടുത്തുള്ളതൊക്കെ വ്യക്തതയോടെ കാണാൻ പറ്റും, അകലെയുള്ളത് വ്യക്തതയോടെ കാണാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് മയോപ്പിയ എന്ന് പറയുന്നത്, ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ കണ്ണട വയ്ക്കാനായിട്ട്, കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരി പഠിക്കുന്ന സമയത്താണ് പോയത്, ഓർക്കുന്നുണ്ട്. അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട കിട്ടുമ്പോൾ അന്ന് കടയിലുണ്ടായിരുന്ന ആ ചേട്ടൻ കണ്ണട തന്നിട്ട് പറഞ്ഞത്, ഇത്രയും നാൾ കാണാത്ത പലതും ഇനി വളരെ വ്യക്തതയോടെ കാണാൻ പറ്റും എന്നാണ്. അത് ശരിയാണ്. ഞാൻ വണ്ടി ഓടിച്ചാണ് പോയത്. തിരികെ വണ്ടി ഓടിച്ച് വരുമ്പോൾ കണ്ണട വയ്ക്കുന്നതിന് മുമ്പ് കാണുന്നതിനേക്കാൾ വ്യക്തതയോടുകൂടി സൈൻ ബോർഡുകളും, നമ്മൾ അതുവരെ വണ്ടി ഓടിക്കുമ്പോൾ കാണാത്ത പലതും വളരെ വ്യക്തതയോടെ ഇൻ ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റുന്നത് അനുഭവിക്കാൻ സാധിച്ചു. ആ ചേട്ടൻ പറഞ്ഞത്, ഇനി ടി വി കാണുമ്പോൾ ഇതുവരെ കാണാത്ത പല കാഴ്ചകളും നമുക്ക് ടി വിയിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഒരു സിനിമ പിടിക്കുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളെയാണ് ഫോക്കസ് ചെയ്യുക. അങ്ങ് മൂലയ്ക്ക് മാറി നിൽക്കുന്ന ചെറു കഥാപാത്രങ്ങളുണ്ട്, അവരൊന്നും സാധാരണ നമ്മുടെ കണ്ണിൽ പെടില്ല. പക്ഷേ നല്ല നമ്മുടെ കറക്റ്റ് പവറിനുള്ള ഗ്ലാസ് വെച്ച് നമ്മൾ ടി വി കാണുമ്പോൾ, ആ സിനിമ കാണുമ്പോൾ അങ്ങ് അപ്രസക്തരായിട്ട് നിൽക്കുന്ന ആളുകളെ പോലും വ്യക്തതയോടെ കാണാൻ നമുക്ക് സാധിക്കും. എനിക്ക് ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ കണ്ണട ഇതുവരെ ഉപയോഗിക്കാത്തവർ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട ഉപയോഗിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ വ്യക്തതയോടെ പലതും കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. വാസ്തവത്തിൽ നമ്മുടെ ഉൾക്കാഴ്ചയുടെ കണ്ണടയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവാകുന്ന ഈ കണ്ണട കൊണ്ട് നമുക്ക് വീണ്ടും നോക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പലതിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും എന്നുള്ളതാണ്. കൂടുതൽ വ്യക്തതയും കൂടുതൽ ഇൻ ഡീറ്റെയിൽ, അപ്രസക്തമായതുപോലും കാണാൻ സാധിക്കുന്ന ഒരു ഡെപ്ത് നമ്മുടെ കാഴ്ചയ്ക്ക് ലഭിക്കും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഇമ്പോസ് ചെയ്യുന്നില്ല, എൻഫോഴ്സ് ചെയ്യുന്നില്ല. എന്നിലൂടെ മാത്രമേ നീ കാണാവൂ എന്നൊരിക്കലും നമ്മളോട് നിർബന്ധ ബുദ്ധി പരിശുദ്ധാത്മാവ് കാണിക്കുന്നില്ല. നമ്മളിലുണ്ട് പരിശുദ്ധാത്മാവ്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ വ്യക്തതയും കുറെ കൂടെ ഡീറ്റെയിൽഡായിട്ട് കാണാനായിട്ടുള്ള കപ്പാസിറ്റിയും, അപ്രസക്തമായതുപോലും പ്രസക്തമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്ന് വരും. ഈ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കൊച്ചു കാര്യവും വ്യത്യസ്തമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുക. അമ്മ നമുക്ക് ഭക്ഷണം വിളമ്പി തരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൽ അരിമണികളും അതിലെ ഇറച്ചി കഷ്ണങ്ങളും ഒക്കെയാണ് കാണാറ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ കണ്ണടയോടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ഇത്തരം അവസ്ഥകളെ കാണാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ വെറും ചോറിൻ്റെ മണികളല്ല കാണുക, കുറെ ഇറച്ചി കഷ്ണങ്ങളോ മറ്റ് കറിക്കൂട്ടങ്ങളോ അല്ല നമ്മൾ കാണുക. അതിൻ്റെ അപ്പുറം ആ അമ്മയുടെ സ്നേഹവും, ആ അമ്മയുടെ വിയർപ്പും, ആ അമ്മയുടെ നമ്മോടുള്ള ജീവിതത്തിലെ ത്യാഗവുമൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്.
ഭാര്യ വീട്ടിൽ പാത്രം കഴുകുമ്പോൾ, സാധാരണ പാത്രം കഴുകുമ്പോൾ ആ ശബ്ദത്തിന് ഒരു താളമുണ്ട്. പൊതുവെ സാധാരണ ദിവസങ്ങളിലുള്ള ഒരു താളം. ഒരു ദിവസം ആ താളം മാറി ആകെ ഒച്ചയും ബഹളവുമായിട്ട് സിങ്കിലേക്ക് ഈ പാത്രങ്ങൾ ചാടി ആത്മഹത്യ ചെയ്യുമ്പോലുള്ള ശബ്ദമൊക്കെ ചില ദിവസങ്ങളിൽ വരും. ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. അങ്ങനെ ശബ്ദം ഉണ്ടാകുമ്പോൾ ഭർത്താവിന് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ അല്ലാതെ അത് കാണുമ്പോൾ അത് വെറും ഒച്ചയും ബഹളവുമാണ്. നീ എന്തിനാണ് എല്ലാം തല്ലിപ്പൊട്ടിക്കുന്നത് എന്നായിരിക്കും ഭർത്താവ് ചോദിക്കുക. നേരെ മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി, ആ കണ്ണടയോടുകൂടി നമ്മളതിനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കവിടേക്ക് കടന്നു ചെന്ന് നിനക്ക് എന്താണ് പറ്റിയത്, ഇന്ന് ജോലി സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിക്കാനായിട്ടുള്ള കുറെ കൂടെ കാഴ്ചപ്പാടിൻ്റെ ഒരു മാറ്റത്തോടു കൂടി, അതൊരു പ്രശ്നമായിട്ട് ഒരു ഒച്ചയും ബഹളവുമായിട്ട് കാണാതെ തൻ്റെ ഭാര്യയുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് ഒരു കാഴ്ചപ്പാട് മാറും. അത് പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരുമ്പോൾ പൊതുവേ നമ്മൾ മാനുഷികമായിട്ട് അതിനെ കാണുന്നത് എന്താണ്? വലിയൊരു പ്രശ്നമായിട്ടാണ്. ജീവിതത്തിൻ്റെ എല്ലാ പദ്ധതികളെയും തച്ചുടയ്ക്കുന്ന, നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് മാനുഷികമായ കണ്ണട വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനെ നമ്മൾ കാണുക. വീട്ടിലാരെങ്കിലും ഒന്ന് വീണു, കിടപ്പായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വരും മാസങ്ങളിൽ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും മാറ്റേണ്ടി വരികയാണ്. വലിയ അസ്വസ്ഥതയായിട്ട് മാനുഷികമായ കണ്ണട വെച്ച് നോക്കുമ്പോൾ നമുക്കത് തോന്നും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണടയിലൂടെ അത് നോക്കാനായിട്ട് സാധിക്കുമ്പോൾ, ഉൾക്കാഴ്ചയോടെ നോക്കാൻ സാധിക്കുമ്പോൾ, മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നോക്കാനായിട്ട് സാധിക്കുമ്പോൾ, ആ കാഴ്ചയിൽ വീണ് കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെയോ അല്ലെങ്കിൽ അപ്പൻ്റെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ ആ കാഴ്ച ഈ കണ്ണോടുകൂടി കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ അസ്വസ്ഥതയുടെ, നിരാശയുടെ, എൻ്റെ പദ്ധതികളുടെ, അതാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണടയിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അപ്രസക്തമെന്ന് നമ്മൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും പ്രസക്തമായി കാണാനും, ഇത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ അഗ്നിശുദ്ധി വരുത്താനായിട്ട് ദൈവം അനുവദിച്ചു തന്ന ഒരു കാര്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ആ അവസ്ഥയെ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും. കിടന്നു പോകുന്ന രോഗിയെ സംബന്ധിച്ചും ആ രോഗിയെ തൻ്റെ എല്ലാ പദ്ധതികളും മാറ്റിവെച്ച് ശുശ്രൂഷിക്കേണ്ടി വരുന്ന മക്കളെ പറ്റിയും ഒക്കെ ഈ കാഴ്ചപ്പാടിലെ മാറ്റം വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. സാമ്പത്തികമായൊരു ക്ലേശം ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോൾ അത് കാണുമ്പോൾ മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്താനായിട്ടാണ് നമ്മൾ തുനിയുക. ആദ്യം അവൻ്റെ ജീവിത രീതികൾ, അവൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ, ഇതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള കണ്ണടയിലൂടെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണടയിലൂടെ നോക്കുമ്പോൾ ആ മനുഷ്യനോട് കുറെ കൂടെ അനുകമ്പയോടുകൂടി അവൻ്റെ അവസ്ഥകൾ കുറെ കൂടെ മനസ്സിലാക്കാനായിട്ട് വാസ്തവത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണ്. വേദനിക്കുന്ന മനുഷ്യർ, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന് നന്മ ചെയ്യാനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് എന്നുള്ള രീതിയിൽ കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണടയിലൂടെ നമുക്ക് ആ വിഷയത്തെ, ആ വ്യക്തിയെ, ആ അവസ്ഥയെ നോക്കാനായിട്ട് സാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഈ മാനുഷികമായ കണ്ണടയിലൂടെ നോക്കുന്നവരാണ്. അതുകൊണ്ടാണ് പലതും നമുക്ക് അസ്വസ്ഥതകളായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇറിറ്റേഷനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നിരാശയിലേക്ക് നമ്മൾ പലപ്പോഴും പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, ക്ഷമയില്ലാതെ പോകുന്നത്, മറ്റുള്ളവരെ ശകാരിക്കുന്നത്, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിലെ അല്ലെങ്കിൽ ആളുകളെയൊക്കെ നമ്മൾ മാനുഷികമായിട്ടുള്ള ഈ കണ്ണടയിലൂടെ നോക്കുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അതിനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ കണ്ണടയിലൂടെ നമുക്ക് കാണാനും കാര്യങ്ങളെ കുറെ കൂടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന് നമ്മൾ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സുരക്ഷിതത്വം അന്വേഷിക്കലും മാറി ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തിൽ വരും.
നമ്മുടെ ചിന്തകളിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക മാറി ദൈവം കൂടെയുണ്ട് എന്നൊരു ഉറപ്പോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പരാജയ ഭീതി മാറി വിശ്വാസത്തിലുള്ള ചുവടുവയ്പ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞാൻ എല്ലാം അറിയുന്നു എന്ന ഭാവം മാറി എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരും. നമ്മുടെ മനോഭാവത്തിൽ നിന്ന് മറ്റുള്ളവരെക്കാൾ ഉയരത്തിൽ നിൽക്കണം എന്ന വാശിയും താല്പര്യമൊക്കെ മാറി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടുള്ള എളിമയുള്ള ഹൃദയം നമ്മളിൽ രൂപപ്പെടും. നമ്മുടെ വാക്കുകളിൽ നിന്ന് സ്വയം പുകഴ്ത്തൽ, സ്വയം മഹത്വപ്പെടുത്തലൊക്കെ മാറി ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് മാറും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദേഷ്യം മാറി ക്ഷമ വരും. നമ്മുടെ വീക്ഷണത്തിൽ നിന്ന് എൻ്റെ കുടുംബം, എൻ്റെ കാര്യം എന്ന സങ്കുചിതത്വം മാറി നമ്മുടെ സമൂഹം, നമ്മുടെ സഹോദരങ്ങൾ എന്ന വിശാലമായ ചിന്ത കടന്നു വരും. നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള വാക്കുകൾ മാറി എല്ലാവർക്കും വേണ്ടി എന്ന വിശാലമായ അനുകമ്പയുടെ വാക്കുകൾ കടന്നു വരും. നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് പരാതി മാറി പ്രത്യാശ നമ്മുടെ സംഭാഷണങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് നമുക്ക് കൊടുക്കാം. അങ്ങനെ ആ പരിശുദ്ധാത്മാവാകുന്ന കണ്ണടയിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി കാണാനായിട്ട്, അങ്ങനെ ഉൾക്കാഴ്ചയുള്ള മനുഷ്യരായി കാഴ്ചപ്പാടുകൾ ദൈവീകമായ, വെറും മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി ദൈവീകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ, പെന്തക്കോസ്ത് തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുമ്പോൾ ഈ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, പരിശുദ്ധാത്മാവ് വഴി മാനുഷികമായ കാഴ്ചപ്പാടുകളും ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്ക് മാറി നമ്മുടെ ജീവിതത്തെ തന്നെ നവീകരിക്കുന്ന അനുഭവത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.